നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിലെ പ്രസിഡന്റ്. ബഹുമാന്യർ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ഇന്ന് രക്തദാന ദിനമാണ്. മനുഷ്യജീവൻ നിലനിർത്താൻ രക്തം ഒഴിച്ചുവിടാൻ പാടില്ലാത്ത അത് എല്ലാവരും മനസ്സറിഞ്ഞ് സഹകരിക്കുകയും രക്തദാനം നൽകുകയും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും. മറ്റൊന്ന്, വൈറ്റില ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ വെച്ച് ഏതാണ്ട് 200ഓളം വാഹനങ്ങൾ ഇന്ത്യ ലക്ഷറി ബസ്സുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നു. യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല, ബസ്സുകൾ കൊണ്ടാവും, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അത് ആ ജംഗ്ഷനിൽ നിന്ന് ഒഴിവാക്കി തൊട്ടപ്പുറത്തുള്ള നമ്മുടെ വൈറ്റില ഹബിൻ്റെ ആ കോമ്പൗണ്ടിനകത്ത് പ്രത്യേകം വേർതിരിച്ച് കൊടുക്കുകയാണെങ്കിൽ യാത്രക്കാർക്കും ബസ്സുകാർക്കും എല്ലാം സൗകര്യമായിരിക്കുമെന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന ബന്ധപ്പെട്ട അധികാരികളോടുണ്ട്. ഇതിപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ബസ് ആ യാത്രക്കാർ ആ റോഡ് ക്രോസ് ചെയ്യുക, എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. റോഡ് ക്രോസ് ചെയ്യാനും വാഹനം തിരിച്ചു പിടിക്കാനൊക്കെ വലിയ ടഫാണ്. വൈറ്റില ഫ്ലൈ ഓവർ വന്നതിൻ്റെ യാതൊരു ഗുണവുമില്ല, പഴയതിനേക്കാൾ കഷ്ടമാണ്. അന്ന് ഞങ്ങൾ എത്രയോ സമരം ചെയ്തു, അത് 2 ലെയർ വരെ 3 ലെയർ ആക്കണം എന്നൊക്കെ. 1 മീറ്റർ മെട്രോ പാലം ഉയർത്തി പറഞ്ഞെങ്കിൽ 3 ലെയർ ആക്കായിരുന്നു. അതെങ്ങനെയാണ് അന്ന് ഇത് പൊട്ടി ഘോഷിക്കുന്നുണ്ട് നമ്മുടെ ഇടതുപക്ഷം. വൈറ്റില ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ മുൻകൈ എടുത്ത് ഇപ്പോൾ നിലമ്പൂർ മത്സരിക്കുന്ന സഖാവാണെന്നൊക്കെ പറയുന്നുണ്ട്. ആകട്ടെ, ഇല്ലെന്ന് പറയില്ല. അതായത് അന്ന് മെട്രോ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ വൈറ്റില ഫ്ലൈ ഓവർ പണിയാൻ വേണ്ടി തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് എൻജിനീയേഴ്സ് ഇവിടെ വന്നില്ല. ഇവിടുന്ന് അയച്ചു കൊടുത്ത സ്കെച്ച് നോക്കി പാസ്സാക്കിയെന്ന് പറഞ്ഞത്. എന്തൊരു ഉപയോഗമില്ലാതെ ഇപ്പോൾ ഇല്ലേ. എന്തുകൊട്ടെ അങ്ങനെയുള്ള അവിടെ പാർക്ക് ചെയ്ത് ആൾ കയറ്റിക്കൊണ്ട ബസ്സുകളെല്ലാം ഹബിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് അഡ്ജസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കുന്നു വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്നത് അതിനേക്കാളൊക്കെ ഇന്ന് ലോകം ശ്രദ്ധിക്കുന്നു, വീക്ഷിക്കുന്നു, ഗൗരവമായി ചിന്തിക്കുന്നു. ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണവും ഇറാൻ്റെ പ്രത്യാക്രമണവും നിങ്ങൾക്കറിയാമെങ്കിൽ ഞാനത് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാം ധാരണ ലോക പോലീസ് എന്ന് പറഞ്ഞ് അമേരിക്കയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റാണ്. പക്ഷേ അമേരിക്കയല്ല, അമേരിക്കൻ പ്രസിഡൻറ്റുമല്ല. അമേരിക്കൻ പ്രസിഡന്റിനെയും അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന 2 ശക്തികളുണ്ട്. ഇപ്പം 3ാമത് ശക്തിയുണ്ട്. ഒന്ന് ആയുധ ലോബി, മറ്റൊന്ന് ലഹരി കച്ചവടം, ഇപ്പം 3ാമത് അവയവ ലോബി. അപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഹാർട്ടിന് 10 കോടിയൊക്കെ ചിലവാക്കാൻ തയ്യാറാണ്. ജീവൻ്റെ വില 10 കോടിയൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ക്രൂഡ് ഓയിൽ കയറ്റി ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഒരു ടാങ്കറിന് ഏതാണ്ട് 10-50,000 കോടിയൊക്കെ വരുന്നതാണ്. അങ്ങനെ കയറ്റി വരുന്ന വഴി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ SOS എന്ന സന്ദേശം, സേവ് ഓവർ സോൾ എന്ന സന്ദേശം കിട്ടിയാൽ എല്ലാ ഓഫീസിലും പറയുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണ് എന്ന് പറഞ്ഞാൽ 50,000, 5,000 കോടി അല്ല ഒരു മനുഷ്യജീവന് വിലയെന്നല്ലേ. അപ്പോൾ മനുഷ്യജീവന് വില ഉള്ളതുകൊണ്ട് 10 കോടി എന്നൊരു വിഷയമല്ല. അപ്പോൾ ആയുധ ലോബിയെ സംബന്ധിച്ച് ആയുധം ഉണ്ടാക്കിയാൽ 2 കാര്യമാണ്. ഒന്ന്, ഉണ്ടാക്കിയ ആയുധം വിൽക്കണം. മറ്റൊന്ന്, കാലഹരണപ്പെട്ട ആയുധങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പൊട്ടിച്ച് നശിപ്പിച്ചു കൊള്ളണം. മൂന്നാമതൊരു കാര്യം പുതിയ കണ്ടുപിടിച്ച ആയുധങ്ങൾ പരീക്ഷിക്കാൻ ഒരു സ്ഥലം വേണം. അവനൊരാട്ട് ചെയ്യാൻ പറ്റുമോ? അതിനുവേണ്ടി കാലാകാലങ്ങൾ ആയുധ ലോബി ലോകത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് കാലത്ത് ആദ്യത്തെ 1.5 വർഷത്തേക്ക് വലിയ യുദ്ധമൊന്നും ഉണ്ടായില്ല ലോകത്ത്. ഉടനെ ആയുധ ലോബി ഇടപെട്ട് പമീല കേസ് എടുത്തിട്ട്, ഏതൊരു സെക്സ് കേസ്, പ്രൈവറ്റ് സെക്രട്ടറി. ആ പമീല കേസ് ക്ലിന്റൺ പിടിച്ച് കുടഞ്ഞോടി സുഡാനിലേക്ക് കുറേ ബോംബിട്ട് യുദ്ധം തുടങ്ങി. ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയി. അപ്പം ഇതെല്ലാം ബിസിനസ്സാണ്. ഈ ലഹരി അറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ ചില സഭയൊക്കെ പറയും മുസ്ലിങ്ങൾ എന്താണ് ലഹരി മാഫിയ, ലഹരി ജിഹാദ് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ലോകത്തെ ലഹരിയുടെ
ഏറ്റവും വലിയ കച്ചവടക്കാരും അതിൻ്റെ ഇതും അമേരിക്കയിൽ കൊളംബിയ പോലെയുള്ള സ്ഥലങ്ങളാണ്. സ്ഥലമൊക്കെ രാജ്യമാണ്. അവിടെ ഈ കക്ഷികൾക്കെതിരെ ജഡ്ജി വിധി പ്രസ്താവിക്കില്ല. വിധി പ്രസ്താവിച്ചാൽ പിറ്റേന്ന് അവർ തല കാണൂല. അമേരിക്കൻ പ്രസിഡന്റ് തോറ്റിരിക്കുന്നതാണ് ഈ കൊളംബിയയിലെ ലഹരി കച്ചവടക്കാർ. കോടാനുകൂടിയാണ്. അത് ഏതുപോലെ എന്നറിയോ? ഇപ്പോൾ സിഗരറ്റ് വലി നന്നല്ല എന്ന് പറഞ്ഞൊരു $100 കോടി പരസ്യം UNO ഐക്യരാഷ്ട്ര സംഘടന ചെയ്യാറുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? അതിന് പകരം 10,000 കോടിയുടെ പരസ്യമാണ് നിങ്ങൾ വലിക്കൂ എന്ന് പറഞ്ഞിട്ട് പരസ്യം. ആ 10,000 കോടി പണക്കുള്ള പരസ്യത്തിൻ്റെ മുമ്പിൽ 100 കോടിയൊന്നും ഇല്ലാതെ പോണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ സഖാക്കളും അല്ലെങ്കിൽ ചില പാർട്ടികളൊക്കെ ലഹരി വിരുദ്ധ സമ്മേളനം നടത്തുന്നുണ്ട്. മേഖലയുണ്ട്. ഒരു ചുക്കും നടക്കില്ല. ഇതിനെ നിയന്ത്രിക്കുന്നത് ലോകത്തെ നമ്പർ 1 മാഫിയാണ്. അവരുടെ മുമ്പിലൊന്നും അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കൻ പോലീസ് തോറ്റെടുക്കുമ്പോൾ നമ്മളെ കൂടി സാധിക്കുമോ? പക്ഷേ എങ്കിൽ നമ്മൾ പ്രതികരിക്കാതെ നമ്മുടെ ചുമതലയാണ്. അപ്പോൾ ആയുധ ലോബിയാണ്, പിന്നെ ലഹരിയാണ്, പിന്നെ അഭയ ലോബി. ഇതിനു മുൻപെല്ലാം യുദ്ധങ്ങൾ നടത്തി ആയുധങ്ങൾ വിറ്റുപോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ ഈ യുദ്ധം ഒരു 3-4 ലോക മഹായുദ്ധത്തിലേക്ക് എല്ലാവരും വരുന്ന പുലി വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പുലി ഇതുവരെ വന്നില്ല. പക്ഷെ ഇത്തവണ പുലി വന്നുകൂടാന്നില്ല. കാരണം ഇപ്പോൾ സംഘർഷം ഇല്ലാത്ത ലോക രാജ്യങ്ങൾ എവിടെയാണ് സംഘർഷമില്ലാത്തത്? റഷ്യ ഉക്രൈൻ അങ്ങനെ, ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനെ, മറ്റ് ഇറാൻ ഇറാഖ് അങ്ങനെയുള്ള ആ യുഗങ്ങളിൽ അങ്ങനെ ആകെ കൂടി തികച്ചും 2 ധ്രുവങ്ങളായി മാറിയിരിക്കുകയാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ മാത്രമല്ല, ഇറാൻ്റെ പുറകിൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്, മറ്റേ ഉത്തര കൊറിയയുണ്ട്. ബാക്കിയെല്ലാം ഇപ്പോൾ അമേരിക്കയുടെ പക്ഷത്താവും, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പക്ഷത്താവും. അപ്പോൾ 2 ചേരിയില്ലേ? ഈ 2 ചേരിയിൽ നിന്ന് യുദ്ധം ചെയ്താൽ നശിപ്പിക്കുക എന്നല്ലാതെ ഏതെങ്കിലും യുദ്ധം കൊണ്ട് ഏതെങ്കിലും രാജ്യമോ വ്യക്തിയോ നന്നായിട്ടുണ്ടോ? ഇല്ല. നശീകരണം മാത്രമാണ്. യുദ്ധം കൊണ്ട് ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയും പോലെ യുദ്ധം കൊണ്ട് ഒന്നും പരിഹരിക്കാൻ പറ്റില്ല, പരിഹരിച്ചിട്ടുമില്ല. പക്ഷെ അത് ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യം നിലനിർത്താൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ ഇറാനിലെ ഖൊമൈനി 90 വയസ്സ്, റഷ്യയിലെ പുടിൻ 90 വയസ്സ്, ഈ നെതന്യാഹു അതുകൊണ്ട് 90 വയസ്സ്, അമേരിക്കൻ പ്രസിഡന്റ് 90 വയസ്സ്, ഈ റഷ്യയിലെ പ്രസിഡന്റ് അല്ല ചൈനയുടെ പ്രസിഡന്റ് ആകെ വയസ്സ് കുറഞ്ഞ പ്രസിഡന്റ് എന്ന് പറയുന്നത് വേണ്ടാതി ഉത്തര കൊറിയ കിങ്. അതിന് 40 വയസ്സ് പറ്റുള്ളൂ. ബാക്കിയെല്ലാം കിളവന്മാരല്ല, പടുകിളവന്മാരാ. ഇപ്പം ഞങ്ങളുടെ നാട്, എൻ്റെ നാട് ചെമ്പറയ്ക്ക്. അവിടെ ഒരു RSS പയ്യൻ ട്രെയിനിങ് പഠിച്ച് പൂർത്തിയായി വന്നപ്പോൾ ആദ്യമായിട്ട് ഇടപെട്ട് ഒരു ലഹള ഉണ്ടായി. അത് പോഞ്ഞാശ്ശേരി കുഞ്ഞാലി ടീം എന്നൊരാളാണ്. പുള്ളി റൗഡിയൊന്നുമല്ല, എന്നാലും ഒരു അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്. നല്ല 10 ആൾ ഇരട്ടച്ചങ്കരാണ്. ഈ പറയുന്നല്ല, ഇതൊക്കെ ഇരട്ടച്ചങ്കം തന്നെയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ RS ട്രെയിനിങ് കഴിഞ്ഞ പയ്യനേക്കറിയാൻ ഞാൻ പേര് പറയുന്നില്ല, പാർട്ടിയിലേക്ക് വന്ന് ഇപ്പോൾ സ്വസ്ഥയാണ്. പുള്ളി അടി വന്നപ്പോൾ വിസിലടിച്ചുകൊണ്ട് ഓടി. പുള്ളി ഓടിപ്പോയി. വിസിലടിച്ച പറഞ്ഞാൽ പ്രതി അടിച്ചോളും എന്നാണ് അവർ എന്താ പറയുന്നത്. അതുപോലെ നെതന്യാഹു എന്ത് ചെയ്ത് ഇതെല്ലാം തുണി വെച്ചിട്ട് അദ്ദേഹം ഒളിവിൽ പോയി. ഏതൻസ് ഗ്രീസിലേക്ക് പോയി ഒളിവിലാന്ന് പറഞ്ഞാൽ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. അപ്പോൾ നിരപരാധികളെ ആൾക്കാർ ഇറാനിലായാലും ഇസ്രായേലായാലും നിരപരാധികൾ മരിക്കുകയാണ്. രാജ്യങ്ങൾ കെട്ടിടങ്ങൾ നശിപ്പിക്കുകയാണ്. അതൊക്കെ ഒരു പൊതു നഷ്ടമല്ലേ? നമ്മളറിയില്ല, നമ്മൾ വീട് വയ്ക്കാൻ ഒരു 10 സിമെൻറ്റ് വാങ്ങിച്ചൊരു കക്കൂസ് ഉണ്ടാക്കപ്പെട്ട പാട്. അങ്ങനെ ഈ കെട്ടിടങ്ങൾ നശിപ്പിച്ച് എത്ര കോടി രൂപയുടെ ചിലവുണ്ട് ഇനി. പക്ഷെ ഈ യുദ്ധം കഴിഞ്ഞ് വന്നാൽ, ഇത് മുൻപൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും പരിഹരിച്ച് പോകുന്നു. പക്ഷേ ഈ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ പിന്നീട് സിമെൻ്റ് ഒന്നും പണിയിട്ട് കെട്ടിടം പണിയിട്ട് വരില്ല എന്നാണ്. കറുവിക്കാറെന്നെല്ലാം മൊത്തത്തിൽ നശിക്കാൻ സാധ്യതയുണ്ട്. ദുഃഖകരമായ ഇതാണ്. അതാണ് അത്ര വർഷമാണ് ഇത് ചീറിപ്പാഞ്ഞ് പോകുന്ന മിസൈലിനൊക്കെ ഒരെണ്ണത്തിന് എത്രായിരം കോടി രൂപയാണ് ചിലവുകൾ. അത് വെറുതെ കത്തിച്ച് കളയാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ചൈനയൊക്കെ പടക്കം വാങ്ങിച്ച് നമ്മൾ ഉത്സവത്തിനൊക്കെ പൊട്ടിക്കും പോലെ കത്തിച്ച് കളയാണ്. അത് നമ്മൾ പെട്രോൾ അടിക്കുക, 110 രൂപ പെട്രോൾ വാങ്ങിച്ചു വെറുതെ കത്തിച്ച് കളയാനല്ലേ. പക്ഷെ അത് യാത്ര പോകാതിരിക്കാൻ പറ്റില്ല. ഇതതുപോലെ നശീകരണമാണ്. ലോകം ഇടപെടുന്നുണ്ടോ? ഗസയിൽ ഞങ്ങൾ അന്നും പറഞ്ഞു, ഗസയിലെ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേലിൽ കയറി അറ്റാക്ക് ചെയ്തതിന് ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. പക്ഷെ അതിന് ശേഷം ഇസ്രായേൽ ചെയ്ത് മുഴുവൻ തെറ്റല്ലേ? അതിന് മുമ്പ് അതിന് ശേഷം
കാരണം അവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ വംശഹത്യ ചെയ്യുന്നു, നശിപ്പിക്കുന്നു, ഭക്ഷണം കൊണ്ടും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. അതിനുവേണ്ടി പ്രകൃതി സംരക്ഷകരായ ഒരു വിഭാഗം കുറച്ച് വസ്തുക്കളായിട്ട് ഭക്ഷണമൊക്കെയായിട്ട് വന്നിട്ട് അമേരിക്ക കടത്തിവിട്ടില്ല. അപ്പോൾ അതിൻ്റെ നേതാവ് പറഞ്ഞത്, അമേരിക്ക അല്ല, ഇസ്രായേൽ ചെയ്ത് ഞങ്ങൾക്ക് സങ്കടമില്ല, പക്ഷേ ലോകത്തിൻ്റെ ഈ മൗനം ഞങ്ങൾ ഭയപ്പെടുത്തുന്നു. ലോകം മൗനത്തിലാണ്, ആർക്കും സാധിക്കുന്നില്ല. ആകെ രണ്ട് ശക്തി ധ്രുവങ്ങളാണ്, റഷ്യയും അമേരിക്കയും. ഇവർക്കൊരു പരിധിക്കുള്ള ഇടപെടുത്തില്ല. കാരണം ഇസ്രായേലിനെ വഴിപ്പെടുത്താൻ ആരാണ്? അമേരിക്ക പോലും സാധിക്കുന്നില്ല. അമേരിക്ക പോലും ഇപ്പോൾ ഇസ്രായേലിനെ വഴിക്ക് വിടാൻ സാധിക്കുന്നില്ല. അത്ര കണ്ട് ഒരു വൃത്തികെട്ട രാഷ്ട്രം എന്നൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാക്കും. ഞാൻ പറയുന്നില്ല. അതേസമയത്ത് അത്ര മോശമായൊരു പാരമ്പര്യമാണുള്ളത്. ഇവിടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാനും വഴിയില്ലാതെ ജനകോടികൾ കഷ്ടപ്പെടുന്നു. ഇന്ത്യയിലെ സ്ഥിതി അല്ല, കേരളത്തിലെ സ്ഥിതി, എറണാകുളത്തെ സ്ഥിതി, ഈ പട്ടണത്തിലെ കുറേ ആൾക്കാരും ബാക്കി ഗ്രാമങ്ങൾക്കെല്ലാം കഷ്ടപ്പെടാണ്ട് ഒരു മാസം എത്തിക്കാൻ എത്ര എണ്ണം ചത്തുപോകുന്നു, ആത്മഹത്യ ചെയ്യുന്നു. എല്ലാം നിരാശയുടെ പക്കത്തുകൊണ്ടാണ്. അതേ സ്ഥാനത്ത് ഈ കത്തിച്ച് കളയുന്ന ഒരു വിമാനം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ 150 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു വർഷത്തോളം ഭക്ഷണം കൊടുക്കാതെ പറഞ്ഞാൽ അത്ര പണം ഉണ്ടെങ്കിൽ 150 കോടിയോളം വരുന്ന ജനങ്ങളുടെ അടുത്ത് ഈ ഒരു വിമാനത്തിന് പൈസ ഉണ്ടെങ്കിൽ ഒരു കൊല്ലത്തോളം ഭക്ഷണം കൊടുക്കാമെന്നാണ്. അത്ര വിലയുണ്ട് ഒരു വിമാനത്തിന്, ആയിരക്കണക്കിന് കോടിയാണ്. അത് വെറുതെ ഇങ്ങനെ കത്തിച്ചുകളല്ലേ പടക്കം പൊട്ടിക്കും പോലെ. എന്നിട്ട് ആർക്കെങ്കിലും ദുഃഖമുണ്ടോ, സങ്കടമുണ്ടോ, ഒരു പശ്ചാത്താപമുണ്ടോ? പ്രായച്ചിത്വം ചെയ്യണ്ട, പക്ഷെ പശ്ചാത്താപമുണ്ടോ? ഈ നെതിന്യാവിനുണ്ടോ? ഇനി ഗാസയിൽ നിൽക്കുന്ന ആ വിപ്ലവ പ്രസ്ഥാനമാണല്ലോ, തീവ്രവാദി ഞാൻ പറഞ്ഞു, വിപ്ലവ പ്രസ്ഥാനം അവർക്കുണ്ടോ? ഇപ്പം ഇറാനുണ്ടോ? ആർക്കുമില്ല. കാരണം അവർക്കെല്ലാം അവരവരുടെ സ്ഥാനമാനങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ആണ് അവർ ജനങ്ങളുടെ നാട്ടിൽ അരാജകത്വം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് അവിടെ ഈ ഇറാൻ ഭരണകൂടത്തിന് ആവശ്യമാണ്, അവർ ഭരണം നിലനിർത്താൻ. ഇസ്രായേലിനും മസ്റ്റാണ്. യുദ്ധം എന്ന് നിർത്തിയോ അന്ന് ഇസ്രായേലിലെ പ്രസിഡന്റ് ജയിലിൽ പോവും, അല്ലെങ്കിൽ ജയിലിൽ പോവും. അത്ര കൊണ്ട് ഇതുണ്ട്. അതിന് പകരം കൊടുക്കുന്നത് ഈ കുഞ്ഞുമക്കളെയും നിരപരാധികളെയും സ്ത്രീകളെയും രോഗികളെയും മനുഷ്യ ജീവനാണ്. അവിടെയാണ് സഹിക്കാൻ പ്രയാസം. ഇപ്പം ഇറാഖിൽ അമേരിക്ക കയറി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, ഇവിടെ ചിലവർ സമ്മതിക്കുന്നില്ലെങ്കിലും അതിനർത്ഥം എന്താണ്? അമേരിക്കയെ സംബന്ധിച്ച് സോവിയറ്റ് റഷ്യ ഉണ്ടായപ്പോൾ, USSR ഉണ്ടായപ്പോൾ ശീത യുദ്ധ സമരത്തിനിടയിൽ രണ്ട് കൂട്ടരും പരസ്പരം എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ആയുധങ്ങൾ കാലാവധി കഴിയാൻ പോകണു. റഷ്യ ആണെങ്കിൽ ഗോർബച്ചോവ് പോയി പോപ്പിന് മുമ്പിൽ മടക്കിയോടുകൂടി റഷ്യ തകർന്നു. ഇല്ല, പിന്നെ സോവിയറ്റ് യൂണിയൻ പോയില്ല, ഇപ്പോൾ റഷ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമേരിക്ക ഈ ആയുധങ്ങൾ കൂടി എവിടെ കൂടി നശിപ്പിക്കണം, അവരുടെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനൊരു ശത്രുരാജ്യം ഉണ്ടാക്കണ്ടേ? അങ്ങനെയാണ് ഇറാഖിനെ ശത്രുരാജ്യമാക്കി അവിടെ കൊണ്ടു പൊട്ടിച്ചു. മറ്റൊന്ന്, ആ കാലഹരണപ്പെട്ട ആയുധമെല്ലാം ഈ ഇതുണ്ടല്ലോ, ബോംബ്, ഈ ഇരുമ്പ് 8 അടിയൊക്കെ കരത്തിൽ വാർത്തിടുന്ന, സ്ലാബിട്ട് വാർത്തിടുന്ന ഇതുപോലും തകർക്കാൻ കഴിവുള്ളതാണ് ബോംബ് കണ്ടുപിടിച്ചത്. അങ്ങനെ എല്ലാം തകർത്ത് കളഞ്ഞു. പിന്നെ മറ്റൊന്ന്, അവർക്ക് പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ച് അത് പരീക്ഷിക്കണം. എവിടെ പരീക്ഷിക്കട്ടെ? പണ്ടൊക്കെ മൊയിലിലും എലിയിലൊക്കെ മരുന്ന് പരീക്ഷ നടത്തി വിജയിച്ചാൽ മാത്രമേ മനുഷ്യരിലേക്ക് കൊടുക്കുള്ളൂ. ഇന്നിപ്പോൾ കൂണ് പോലെ പൊളിച്ചു വരുന്ന മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ പോലും അമേരിക്ക പോലെ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ റിസർച്ച് വിങ്ങിൽ നിന്ന് നേരെ മരുന്നുകൾ കൊടുക്കണം. എന്നിട്ട് ഇവിടെ വീഡിയോ കോൺഫറൻസ് കൂടി അവർക്ക് കാണാം, അത് റെക്കോർഡ് ചെയ്യാണ്. ചത്ത അവർക്ക് എന്താ, പാവപ്പെട്ടവനല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പരീക്ഷ നടത്തേ, ഒരു യുദ്ധസ്ഥലം വേണ്ടേ, അവിടെ ഒരു പരീക്ഷ നടത്തുള്ളൂ. അപ്പോൾ ഇത് 3 കാര്യവും അമേരിക്കയാണ്. അപ്പോൾ ദീപിക മുഖപ്രസംഗതി ഈ ലോകത്തിലെ സർവ്വ കാരണങ്ങൾക്കും തടസ്സം ശല്യം മുസ്ലിങ്ങളാണെന്ന്. അത് ദീപിക എഴുതേണ്ടി അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഇന്ന് ലോകത്തുള്ള സർവ്വ വിഷയങ്ങളും കുഴപ്പങ്ങൾ കാരണം അമേരിക്കയാണ്. അങ്ങനെ തിരിച്ചെഴുതിയാൽ സത്യമാണ്, അല്ല തിരിച്ചാൽ അമേരിക്കൻ ലോകത്ത് നടക്കുന്ന സർവ്വ കുഴപ്പങ്ങൾക്കും അമേരിക്കയാണ്.
ഒരു വശത്തോട് സഹായിക്കും, മറ്റു വശത്തോട് എന്നിട്ട് ദ്രോഹിക്കും. അപ്പോൾ ആയുധം വിൽക്കാൻ വേണ്ടിയാണ് യുദ്ധം ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിലത് സക്സസ് ആകുകയും ചെയ്തുകൊണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇത് ആയുധം വിൽപ്പുകൊണ്ട് മാത്രം തീരുമെന്ന് അറിയില്ല, അത്ര സങ്കീർണമാണ്. നമ്മൾ ചെലവായിരിക്കും നമുക്കെന്ന് കേരളത്തിലെ വിഷയം, കേരളത്തിലൊരു വിഷയമുണ്ട്. എത്ര കോടി ജനങ്ങളാണ് ഇന്ത്യക്കാർ ഔട്ട് ഓഫ് ഇന്ത്യയിൽ പണിയെടുക്കുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ. ഞാനൊരു പാർട്ടിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത്, നല്ലൊരു ചായ കുടിക്കണമെങ്കിൽ, നല്ലൊരു ഷർട്ട് ഇടണമെങ്കിൽ, ഒരു മകളുടെ കല്യാണം കഴിക്കണമെങ്കിൽ, ഒരു വീട് പണിയണമെങ്കിൽ അതെല്ലാം ഔട്ട് ഓഫ് ഇന്ത്യ പോയിട്ട്, അധികം ഗൾഫിൽ നിന്നാണ്. പിന്നെ അമേരിക്കയിൽ കാനഡയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവർ പണമാണ്. ഞാൻ താഴെ വീട് ചുറ്റും 100 വീട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും 90 വീട്ടിലും ഒരാളെങ്കിലും ഔട്ട് ഓഫ് ഇന്ത്യയിലുണ്ട്, ഔട്ട് ഓഫ് കേരള ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം തിരിച്ചിങ്ങോട്ട് വന്നാൽ ഇവിടെ എന്ത് പണി ചെയ്യാൻ പറ്റുമവർക്ക്? തന്നെയല്ല, പിന്നെ കോടിക്കണക്കിന് രൂപയാണ് വിദേശത്ത് വരുന്നത്. അങ്ങനെ വന്ന പണമാണ് ഇവിടെ അത് ഇങ്ങനെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നത്. ഇപ്പോൾ കോഴഞ്ചേരി അല്ലെങ്കിൽ അങ്ങനെ ചില സ്ഥലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം വരുന്നത്, വിദേശ പണം വരുന്ന അങ്ങനെ സ്ഥലങ്ങൾ, അവരെല്ലാം അമേരിക്കയിൽ മറ്റ് ഗൾഫിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിലെല്ലാം നിന്ന് പോകുന്നു, അത് ഗൾഫിൽ പോകും. ഇപ്പം 110 പെട്രോൾ വാങ്ങിച്ച് ഓടിക്കാൻ പറ്റാതെ ആകാശത്തേക്ക് നോക്കി ശ്വാസം വിടും പോലെ ഇത് ഇനിയിപ്പോൾ കിട്ടാനില്ലാതെ എന്ത് ചെയ്യും? അങ്ങനെ കാലം ഉണ്ടായിരുന്നു. 1940-45 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കൽക്കട്ടയിലൊക്കെ, നമ്മുടെ ഈ കൊച്ചു നാട്ടിൽ പോലും നിങ്ങൾക്കറിയോ, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് പോയി നിന്ന് ക്യൂവിൽ നിന്നാലാണ് 2 വാര തുണി കിട്ടുന്നത്. വാര എന്നാൽ ഏതാണ്ട് 600 മീറ്ററായിട്ട് വരും. മീറ്ററല്ല, 0.6 മീറ്റർ, അത് 3/4 മീറ്റർ വെച്ചോ, 1 മീറ്റർ ഇല്ല. അപ്പം അത് രണ്ടും കൂടി ഭർത്താവ് പരിഹരിക്കുന്ന ഓരോ മീറ്റർ വാരയാണ് കിട്ടുന്നത്. ആ വാര കിട്ടിയ ബ്ലൗസ്, കുപ്പായം ഉണ്ടാക്കും, കുപ്പായം എന്ന് പറഞ്ഞാൽ ബ്ലൗസ് അല്ലെങ്കിൽ ചട്ട എന്നൊക്കെ പറയും സ്ത്രീകളിടുന്നത്. ഈ ക്രിസ്ത്യൻ സ്ത്രീകളൊക്കെ ഇടുന്ന കണ്ടില്ല, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളൊക്കെ പണ്ട് കാണുന്നില്ല. അത് അപ്പോൾ ഒരുമിച്ച് വാങ്ങിച്ചാലാണ് അവർക്ക് തയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കിട്ടില്ല. അങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ച് ജീവിച്ചിരുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. ഞാനോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? തുടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനുശേഷം നയാ പൈസ വന്ന് മില്ലി ലിറ്റർ വന്ന് 100 മില്ലി ലിറ്റർ, എൻ്റെ ഒരു 1/4 ഭാഗം തുടം എന്ന് പറഞ്ഞത്. ആ ഒരു തുടം മണ്ണെണ്ണയാണ് ഒരു മാസത്തേക്ക് ഒറ്റ കിട്ടുന്നത്. ഈ ഒരു മാസം കൊണ്ട് ഈ ഒരു തുടം മണ്ണെണ്ണ ഉപയോഗിച്ച് വേണം ആ സന്ധ്യാസമയത്ത് മാത്രം തിരിയൊന്ന് നനക്കും, ഉള്ള ഭക്ഷണം കഴിച്ച് തിരികെടുത്തി കിടന്ന് ഉറങ്ങാണ്. അല്ല വേറെ വഴിയില്ല. കറണ്ടൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, അതൊന്നും ഇല്ലല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യാവസ്ഥ കഴിഞ്ഞിട്ടില്ല. സമയമുണ്ട് ഇന്ത്യയിൽ ഒരു 40-45 വരെയൊക്കെ. കൽക്കട്ടയിലൊക്കെ ദാരിദ്ര്യം കൊണ്ടും പ്ലേഗ് കൊണ്ടും കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ദാരിദ്ര്യം മുട്ടുന്നത്. അതുപോട്ടെ ഒരു 70 കാലഘട്ടത്തിൽ നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അരിഭക്ഷണം കിട്ടും, 1 സ്പൂൺ അരി കിട്ടും, 1 കപ്പ് ചോറും ബാക്കി ചപ്പാത്തിയാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് 2000 ശേഷം വലിയ പണം ഉണ്ടെങ്കിൽ ഒരു സാധനം ഇപ്പോൾ കിട്ടാത്ത സാധനമില്ല. പണ്ടൊക്കെ ചില കുട്ടികളുടെ ഭക്ഷണമൊന്നും കിട്ടില്ലായിരുന്നു, അത് കോട്ടയാണ്. സിമെൻ്റ് വരെ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? സിമെൻറ്റ് വേണമെങ്കിൽ ഒരു 2-3 കൊല്ലം മുമ്പ് അപ്ലൈ ചെയ്യണം. അത്യാവശ്യം സിമെൻറ്റ് വേണമെങ്കിൽ ഒരു കമ്പോസ്റ്റർ ആക്കണമെങ്കിൽ കളക്ടർ കണ്ട് അപ്ലൈ ചെയ്ത് കണ്ടണം. 2 വർഷമൊക്കെ പിടിക്കും, 3 വർഷമൊക്കെ പിടിക്കും. അത് പോയിട്ട് ഗ്ലോബലൈസേഷൻ വന്നതിൻ്റെ പല ദൂഷ്യമുണ്ടെങ്കിലും പല ഗുണമുള്ളതിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ദുർലഭമില്ല, കിട്ടും, പൈസ കൊണ്ടുള്ളൂ. അതുപോലെ കാറുകൾ, നമ്മൾ കാറ് ബുക്ക് ചെയ്താൽ 8-10 വർഷം കഴിഞ്ഞാൽ കിട്ടും. അംബാസിഡർ കാർ ബുക്ക് ചെയ്ത്, ഒരു ബജാജ് സ്കൂട്ടർ ബുക്ക് ചെയ്താൽ 10 വർഷം പിടിക്കണം. അന്ന് 12-13 രൂപയുള്ള ബജാജ് 20 കൂടുതൽ മാർജിനുണ്ട്. 48,000 വില ഉണ്ടായത് മാരുതി കാറിന് 50,000 മാർജിൻ ഉണ്ടായിരുന്നു. അന്ന് മാരുതി കാർ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച മോഹൻലാലിന് ചിത്രത്തിൽ 2ാമത് കൊടുത്ത അവാർഡ് എന്നറിയോ, സമ്മാനം ഒരു മാരുതി കാറാണ്. പിന്നെ മോഹൻലാൽ ഒരു മാരുതി കാർ സംഭാവന കൊടുത്തു. അന്ന് മാരുതി ചില സിനിമയിൽ കാണിക്കും, അത് വലിയൊരു ആർപ്പാടാണ് മാരുതി കാർ. ഇന്ന് അതൊക്കെ പോയില്ലേ. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും ജനങ്ങൾ, ലോക ജനത. അത് അമേരിക്ക ബ്രിട്ടനോ മാത്രമല്ല, വിഷയം അതിസങ്കീർണമായിട്ട് പോകണം. അത് പരിഹാരം കാണാൻ ആരും ശ്രമിക്കുന്നില്ല, നടക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പ്രകൃതി സംരക്ഷകരായ മനുഷ്യസ്നേഹികളായ ഒരു പറ്റുന്ന ആൾക്കാർ വന്നപ്പോൾ അതിൽ നേതാവ് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ഈ തടസ്സമൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, പക്ഷേ ലോകത്തിൻ്റെ ഈ മൗനം ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. കാരണം ഇസ്രായേലിൽ വംശഹത്യ, അല്ലെങ്കിൽ ഗൾഫിൽ അല്ലെങ്കിൽ ഗസയിൽ വംശഹത്യ ഇരിക്കുമ്പോഴേ അത് ചോദ്യം ചെയ്യുന്ന ലോകത്ത് ഒരു രാഷ്ട്രം സാധിക്കുന്നില്ലല്ലോ.
അതിന് പരിഹാരം കാണാൻ. ഒരു സംഘം ക്രിസംഖിയൊക്കെ പറയുന്നുണ്ട് അത് ഇസ്രായേൽ ജയിക്കണം. പക്ഷേ ഇസ്രായേലിലേക്ക് ഹമാസുകാർ ചെന്ന് തെറ്റാണ് ഞങ്ങൾ പറയുന്നു. അത് സാഹചര്യം ഒരുക്കി കൊടുത്ത് ഇസ്രായേൽ തന്നെയാണ്. അന്ന് അവരുടെ എല്ലാ എക്യുപ്മെൻസും ഓഫായിരുന്നു, ടെലികമ്മ്യൂണിക്കേഷൻ്റെ എല്ലാം ഓഫായിരുന്നു, കറണ്ട് പോലും ഉണ്ടായിരുന്നില്ല, തുറന്ന് കിടക്കായിരുന്നു. അങ്ങനെയാണ് കയറിയത്. അതൊക്കെ തട്ടുപോലെ. പക്ഷെ എന്തുകൊണ്ട് എന്നിട്ട് അതിന് ശേഷം വന്ന് 1000 പകരം 10,000, 50,000, 20,000, 1 ലക്ഷം, 2 ലക്ഷം കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞില്ലേ? അതിനെ ചോദിക്കുന്ന ലോകത്ത് ഏതെങ്കിലും ശക്തിയുണ്ടോ? ഉള്ള ശക്തി സാധിക്കില്ല. UN എന്താണ് നോക്കുകുത്തി എന്നാൽ വെറും നോക്കുകുത്തിയാണ്. ഞങ്ങളിപ്പോൾ സാധാരണക്കാർ പറഞ്ഞാൽ വിലപ്പോലെ എങ്കിലും UN രക്ഷ വേണമെങ്കിൽ ആ വീറ്റോ പവർ എടുത്തു കളയണം. 5 രാജ്യങ്ങൾക്ക് വീറ്റോ പവർ ഉണ്ട്. ആ വീറ്റോ പവർ എടുത്തു കളഞ്ഞാൽ മാത്രമേ UN എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. ഇനി UN മാറ്റിയിട്ട് വേറൊരു എന്നെ വരണം. അത് എന്നെ വന്നിട്ട് എന്താ കാര്യമില്ല, രാഷ്ട്രങ്ങൾ വരുന്നല്ലേ. ഞാൻ ഒരു കാര്യം പറയാൻ നിർത്താം. നിലമ്പൂരിൻ്റെ ഇലക്ഷൻ കുറിച്ച് ഞാൻ മിണ്ടുന്നില്ല, നമുക്ക് നാളെ പറ്റി നോക്കാം. ഈ അമേരിക്കയിലെ ഇരുട്ട ഗോപുരങ്ങൾ തകർത്തപ്പോൾ അത് തെറ്റിന് സംശയം ഉണ്ടാക്കാത്. പക്ഷെ അന്നും പറയുന്ന അമേരിക്കയുടെ സഹായത്തോട് ചെയ്തെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. അന്ന് 4000-ഓളം യഹൂദന്മാർ അവിടെ ജോലിയുണ്ട്. ആ 4000 പേരും അന്ന് ലീവായിരുന്നു. ഒരാളോ 2 ആളോ ഒക്കെ ലീവ് എടുക്കാം, മനസ്സിലാക്കാം. ഈ 4000 പേര് ഒരുമിച്ച് ലീവ് എടുത്താൽ അവർക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നിട്ട് 3ാമത് വിമാനം അതിനെ വെടിവെച്ചിട്ട് എന്താ അത് പോകുന്നത് വൈറ്റ് ഹൗസിലേക്കാണ്. അപ്പോൾ അമേരിക്ക വിചാരിച്ചാൽ ഇങ്ങനെ വിമാനം പിടിച്ചു നിർത്താൻ പറ്റൂലേ, തകർക്കാൻ പറ്റില്ലേ? ഒത്തുകൊണ്ട് തന്നെയാണ് ഇറാഖിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനും പോലുള്ള രാഷ്ട്രങ്ങളിൽ കയറി അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും അവിടുത്തെ ആൾക്കാരെ കൊല്ലാനും അവർ ഈ പറഞ്ഞ ആയുധങ്ങളെല്ലാം പരീക്ഷിക്കാനും നശിപ്പിക്കാനും പിന്നെ ആയുധം വിൽക്കാനും. എത്ര ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ അമേരിക്ക റഷ്യയുടെ ചൈനയുടെ ഇതൊക്കെ എത്ര 1000 കോടിയുടെ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ച ആയുധം മുഴുവൻ വിറ്റുപോണ്ടേ? 2 കാര്യമാണ്. ഒന്ന്, ആയുധങ്ങൾ വാങ്ങണം ഒരുത്തം കൊണ്ട്, മറ്റു ആയുധങ്ങൾ അവൻ എവിടെയും പൊട്ടിച്ചു കളയണം. അതായത് അവരെ കൊടുത്തുവിട്ട് അവിടെ വെച്ചിരിക്കാൻ പറ്റുമോ? അപ്പോൾ യുദ്ധം ആവശ്യമാണ്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല. പക്ഷേ ചില വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും രാജ്യത്തിനും അതൊരു സമ്പാദ്യ മാർഗമാണ്, ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് ജനങ്ങളെ മനസ്സ് നീറിക്കൊണ്ട് പറയണം, ലോകത്ത് ജനകോടികൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഇതുപോലെ യുദ്ധത്തിന് വേണ്ടി കോടാനുകോടി രൂപ മുടക്കുന്ന ഒരു രീതി ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുന്നതിന് മുമ്പിൽ പറയണം, അല്ലാത്തതൊന്നുമല്ല, ഇത് ഈശ്വര കോപത്തിന് ഇടയാകും. അപ്പം നമ്മൾ അറിയാത്ത വിധത്തിൽ ചില അപകടങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും മറുനാട്ടിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് തെറ്റും ചെയ്യാം, പക്ഷേ അതിന് ന്യായീകരണം വേണം. ന്യായീകരണമില്ലാത്ത ഒരു തെറ്റും ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ സൃഷ്ടാവിനെ ഓർത്ത് പടച്ചവനെ ഓർത്ത് ഞാനും ഉൾപ്പെടെ ആരും ചെയ്യരുത്. നിങ്ങൾ തെറ്റ് ചെയ്ത കുഴപ്പമില്ല, മനുഷ്യ സഹജമാണ് തെറ്റ് ചെയ്യും. പക്ഷെ തെറ്റിന് ഇന്ന് കാരണം ഞാൻ ചെയ്തു പോയി ചേട്ടാ അല്ലെങ്കിൽ അച്ഛാ എന്ന് പറയാൻ ഒരു കാരണം കഴിക്കും. പറയാത്ത വ്യക്തമായ കാരണം പറയാത്ത ഒരു തെറ്റ് നിങ്ങൾ തെറ്റിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.